ഹായ് ഫ്രണ്ട്സ്, ഈസി ആയിട്ട് വാഴയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഒരു പച്ച വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് വരാം. ഇപ്പോൾ തോലെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുകയാണ്. വട്ടത്തിലാണ് ഞാൻ മുറിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിക്കാം. ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിവിടെ മുറിക്കുന്നത്. ഈ വാഴയ്ക്ക മുഴുവനും ഇപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായി പോകരുത്, ചെറിയൊരു തിക്നെസ് ഉണ്ടാവണം. ഈ വാഴയ്ക്ക നന്നായി കഴുകി ഇതിനൊരു പാത്രത്തിലേക്ക് ആക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വാഴയ്ക്ക എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. വാഴയ്ക്ക സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് വാഴയ്ക്ക മാത്രം കഴുകി എടുത്തിട്ട് വരാം. മഞ്ഞൾപ്പൊടിയെല്ലാം നന്നായി തന്നെ ഈ വാഴയ്ക്കയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതിയാകും. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വാഴയ്ക്കൻ്റെ 2 ഭാഗത്തും മസാലയെല്ലാം പിടിച്ചിരിക്കണം. പിന്നീട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഞാനിവിടെ 2 സെറ്റായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. 3-4 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ മറ്റേ സൈഡ് കൂടെ മറിച്ചിട്ടിട്ട് അതും ഒരു 3 മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഓൾറെഡി ഇത് ചൂടാക്കി എടുത്തത് കൊണ്ട് ഉള്ളെല്ലാം നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ വാഴയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള വാഴയ്ക്ക കൂടെ ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ എല്ലാ വാഴയ്ക്കയും വറുത്തെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.